ജ്യൂസ്, നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിത്വാidyan. ഇന്ന് നമ്മുടെ 98ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ് വരുന്നത്. 100ാമത്തെ എപ്പിസോഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യണമെന്നാണ് മനസ്സിലുള്ളത്. നോക്കട്ടെ, ലോക്ക്ഡൗണൊക്കെ അല്ലേ. ഇന്ന് കുറച്ച് ജ്യൂസും ഷേക്കും അതിൻ്റെ കൂടെ ഒരു ഫ്രൈഡ് ചിക്കനുമാണ് വരുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചത്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡ്രൈ ലെമൺ ഓടി നടന്നില്ലേ. അപ്പോൾ ഞാൻ വെച്ച് നമുക്ക് തന്നെ ഒരു ഡ്രൈ ലെമൺ ഉണ്ടാക്കിയെടുത്താലോ എന്ന്. അതിനുള്ള ശ്രമത്തിലാണ്. ഇത് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ജ്യൂസ്, ഒരു ഷേക്ക്, ഒരു ഫ്രൈഡ് ചിക്കൻ. ഇത്ര ഞാൻ പറഞ്ഞതല്ല. എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ റംബുട്ടാൻ്റെ സമയമല്ലേ, നമുക്ക് റംബുട്ടാൻ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഉള്ള ഒരു റെയിൻബോ ഷേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ചെയ്ത സമയത്ത് തന്നെ ചോദിച്ചാൽ ഓട്സും അതേപോലെ അല്ലെങ്കിൽ കോൺഫ്ലെക്സും ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്, അങ്ങനത്തെ ഒരു കോട്ടിങ്ങാണ് ഇന്ന് കാണിക്കുന്നത്. അതിലൊരു ഫ്രൈഡ് ചിക്കനും. ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവങ്ങൾ. നമുക്കിനി വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ ചിക്കന് മിനിമം 1.5 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. 3 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്താൽ നല്ലതാണ്. മിനിമം 1.5 മണിക്കൂറെങ്കിലും വെക്കണം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലോങ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി. അതിലേക്ക് നമ്മൾ കുറച്ച് ഹെർബ്സ് കൂടി ഇടാം, റോസ്മേരിയും തൈമും. ഇതിനെ നിങ്ങൾക്ക് ഇന്ത്യൻ വൽക്കരിക്കണമെങ്കിൽ ഗരം മസാല ഇട്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മൾ തൈര്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ ആദ്യം ഈ തോടിയിൽ നിന്ന് ഇതിനെ ഇളക്കിയെടുക്കാം. കൊറോണ വന്നതുകൊണ്ട് പാവം റംബുട്ടാനും പേരായി കൊറോണ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ സീന്. അത് കൊറോണയുടെ പടം കാണിച്ചിട്ട് ഇതെന്തുവാണെന്ന് അറിയാമോയെന്ന് ചോദിക്കുമ്പോൾ ഇത് റംബുട്ടാനല്ലേ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, അതായത് പൊളിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. നിങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ റംബുട്ടാൻ. ഇനി ഇതിൻ്റെ ഫ്ലഷ് മാത്രമേ, മീൻസ് ഈ മാംസഭാഗം എടുത്തിട്ട് കുരു കളയണം. എന്നിട്ട് വേണം നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ റംബുട്ടാൻ കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ. നമുക്കിനി ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ജ്യൂസും മിൽക്ക് ഷേക്കും നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കാം. ചിക്കൻ്റെ പ്രിപ്പറേഷനായിട്ട് നമുക്കതിനെ കോട്ട് ചെയ്യാനായിട്ട് ഇത് മൈദയാണ് എടുത്തിരിക്കുന്നത്, മൈദാപ്പൊടി. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ. നമുക്ക് ആ പൊടിയെ നമുക്കൊന്ന് സീസൺ ചെയ്യാം. അതിനായിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടു, കാശ്മീരി ചില്ലി, ഉപ്പിട്ടു, തീയവിട്ടു. നമുക്കതിന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ ഫ്ലവർ സീസണിങ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ഫ്ലവർ സീസണിങ് എന്ന് പറയും. ഇങ്ങനെ സീസൺ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ബാറ്ററിനും കുറേ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ സീസൺ ചെയ്തു. ഇനി ഇതിനെ കോട്ട് ചെയ്യാം. നമ്മൾ ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഞെക്കി അങ്ങ് പിടിപ്പിക്കണം ഇതിനകത്തിലേക്ക് ഫ്ലവർ അങ്ങ്. എന്നിട്ട് എടുത്ത് പൊടി കുടഞ്ഞിട്ട് നേരെ അതിനെ ഐസ് വാട്ടറിലേക്ക് ഇടണം. ഐസ് വാട്ടറിലിട്ടതിനെ എടുത്ത് വീണ്ടും കോട്ട് ചെയ്ത് രണ്ടാമത് കോട്ട് ചെയ്യുമ്പോൾ അതിനെ പ്രസ് ചെയ്യണ്ട. ഇങ്ങനെ പ്രസ് ചെയ്ത് ഫ്ലവറിൽ മുക്കിയ പീസിനെ നമുക്ക് വേറൊരു ട്രെയിലോട്ട് വെക്കാം.
അങ്ങനെ നമുക്കിതെല്ലാം ഇതേപോലെ കോട്ട് ചെയ്യാം. നമുക്ക് ചിക്കൻ അപ്പോൾ ഫ്രൈ ചെയ്ത് തുടങ്ങാം. നമ്മൾ മാരിനേറ്റ് ചെയ്തു, അത് ഫ്ലവർ സീസൺ ചെയ്ത് കോട്ട് ചെയ്തു, അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി, നല്ല നല്ല ബബിൾസ് വന്ന് തുടങ്ങി. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഒന്ന് തിളച്ച് നമ്മുടെ സിസ്ലിംഗ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് വേണം ഇടാനായിട്ട്. ഒരു 7 മിനിറ്റോളം കിടക്കണം, എന്നാലേ ഇത് ചിക്കൻ ഫ്രൈ ആയി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും സമയം കിടന്നില്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആവില്ല. അതോടൊപ്പം തന്നെ തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞും പോവും. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം ഒരു 7 മിനിറ്റ്സ് അതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഫ്രൈ ആയി. നമുക്കിതിനെ കോരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ജ്യൂസ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഷേക്ക് ചെയ്യാം. ജ്യൂസിനാദ്യം നമ്മൾ ഈ ജാറിലോട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടു. അതിലേക്ക് നമ്മൾ റംബുട്ടാൻ അരിഞ്ഞുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യണം. റംബുട്ടാനിലേക്ക് ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് ഗ്രേപ്പാണ്. ഗ്രേപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് നമ്മൾ ഈ ജാറിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടുത്തത് അതിലേക്ക് ലൈം സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായാൽ നമുക്ക് 2 നാരങ്ങയുടെ ജ്യൂസ് വേണം. നമുക്ക് അതിലോട്ട് ഇനി എടുക്കേണ്ടത് ഷുഗറാണ്. ഇത് ഞാൻ ഷുഗർ പൊടിച്ചതാണ്. ഇപ്പോൾ നിങ്ങളെപ്പോഴും വീട്ടിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്ത് ജ്യൂസ് ഉണ്ടാക്കിയാലും ഷുഗർ പൊടിച്ച് ഉപയോഗിച്ച് വെക്കും. കുറച്ച് ഷുഗറേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. പൊടിക്കാതെ വെക്കുമ്പോൾ അലിഞ്ഞു വരാനും താമസമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഷുഗർ പൊടിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ റെയിൻബോ ഷേക്കിന് ആദ്യം ഐസ്ക്രീമാണ് എടുക്കുന്നത്. ഓരോ ലെയറിലും നമ്മൾ ഐസ്ക്രീമും ഡിഫറെൻറ്റ് കളേഴ്സുമാണ്. അതുകൊണ്ടാണ് റെയിൻബോ എന്നുള്ള പേര് തന്നെ വരുന്നത്. അതിലേക്ക് നമ്മൾ കുറേശ്ശെ പാലിത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് കട്ടയാക്കിയതാണ്. ഇതിനെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യത്തെ ലെയർ ഇതിലേക്ക് ഒഴിക്കാം. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പർപ്പിളിന് വേണ്ടിയിട്ട്, പർപ്പിൾ കളറാണ്, അതിന് വേണ്ടിയിട്ട് ഗ്രേപ്പാണ് ഇട്ടത്. അടുത്ത ലെയർ നമുക്ക് പർപ്പിൾ ലെയർ ഒഴിക്കാം. അടുത്ത നമ്മളതിൻ്റെ ഗ്രീനാണ് ഇടുന്നത്. ഗ്രീന് വേണ്ടിയിട്ട് നമുക്ക് കിവി യൂസ് ചെയ്യാം. മുകളിലത്തെ ലെയർ പോമിഗ്രാനൈറ്റിൻ്റെ ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഷുഗർ വേണേൽ ആഡ് ചെയ്യാം. ഞാൻ ഷുഗർ ആഡ് ചെയ്തില്ല, ഞാൻ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്തില്ല. നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നു. അതുപോലെ നമ്മുടെ ഷേക്ക്, ഇത് ജ്യൂസ്, ഷേക്ക് ആക്ച്വലി കറക്റ്റ് കളേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ കളർ ആയതുകൊണ്ടാണ്. ഫുഡ് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ലേയേഴ്സിലെ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും, നല്ലപോലെ കാണാൻ പറ്റും. ഇതിപ്പം വൈറ്റ്, പർപ്പിള്, ഗ്രീന്, പിങ്ക്. ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കണ്ടേ നമുക്ക്? വാനില ഐസ്ക്രീമും ഫ്രൂട്ടും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് വരുന്നത്. അതേപോലെ ചിക്കന് നല്ലപോലെ മൊരിഞ്ഞു എന്താണ് കറുമുറ സൗണ്ട് ഉണ്ടോ? ഇത് അക്കാലത്ത് എൻ്റെ ഫേവറേറ്റ് സോസും. ഇനി നമുക്ക് ജ്യൂസുണ്ട്. റംബൂട്ടാൻ ഇപ്പം വളരെ സുലഭമായി കിട്ടുന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഷേക്കും എന്താണ്, നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇത്
98ാമത്തെ എപ്പിസോഡാണ്. 99, 100 സെഞ്ചുറി അടിക്കാൻ എന്താ പറയുക 2 എപ്പിസോഡുകൂടെ മാത്രം. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വിഭവമായി വരുന്നിടം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.